Hi all, welcome to X and Y Olympiad YouTube channel. അപ്പോൾ നമ്മൾ NSC JS ന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NSC JS ന്റെ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫീനൈൽ തയോകാർബമൈഡ് അതായത് PTC എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന് എന്താണ് ബിറ്റർ ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞുള്ളത്. നോൺ ടേസ്റ്റിംഗ് എബിലിറ്റി ഈസ് റിപ്പോർട്ടഡ് to be due to recessive allele of the tester gene. അതായത് ടേസ്റ്റർ ജീനിന്റെ റെസസീവ് ആയിട്ടുള്ള അലീൽ നമുക്ക് കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും നോൺ ടേസ്റ്റിംഗ് എബിലിറ്റി ആണ് അവരിൽ കാണുന്നത്. ഇൻ റാൻഡം പോപ്പുലേഷൻ അബൌട്ട് 30% പീപ്പിൾ ലാക്ക് ദ എബിലിറ്റി ടു ടേസ്റ്റ് PTC. അതായത് എന്താണ് നമ്മൾ റാൻഡം പോപ്പുലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30% പീപ്പിളിന് എന്താണ് ലാക്ക് ദ എബിലിറ്റി ടു ടേസ്റ്റ് PTC. PTCനെ ടേസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. A non-tester woman is married to a PTC tester man and has 3 children. അതായത് എന്താണ് അവർക്ക് 3 ചിൽഡ്രൻ ഉണ്ട്. ഒരു നോൺ ടേസ്റ്റർ ആയിട്ടുള്ള വുമണും അതേപോലെ തന്നെ എന്താണ് ടേസ്റ്റർ ആയിട്ടുള്ള ഒരു മാനും ആണ് അല്ലെ. PTC ടേസ്റ്റർ ആയിട്ടുള്ള ഒരു മാനും കല്യാണം കഴിച്ചു. അതിനുശേഷം മാരീഡായി അതിനുശേഷം എന്തായി അവർക്ക് 3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, 3 ചിൽഡ്രൻ ഉണ്ടായിട്ടുണ്ട്. ഇനി 3 ചിൽഡ്രൻസിന്റെ കേസ് ആണ് അല്ലെങ്കിൽ ചിൽഡ്രന്റെ കേസ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് 2 ചിൽഡ്രൻ ആർ ബോൺ ആസ് നോൺ ടേസ്റ്റേഴ്സ്. അതായത് ആദ്യം ഉണ്ടായുള്ള 2 കുട്ടികൾ എന്താണ് നോൺ ടേസ്റ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദെയർ തേർഡ് ചൈൽഡ് വിൽ ബി ബോൺ എ നോൺ ടെസ്റ്റർ. അതായത് നോൺ ടെസ്റ്റർ ആയിട്ട് അവരുടെ 3ാമത്തെ കുട്ടി പിറക്കാനുള്ള അല്ലെങ്കിൽ 3ാമത്തെ കുട്ടി ആവാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ കേസ് അതായത് ടേസ്റ്റിങ്ങിന്റെ ആ ഒരു കേസിന് ടേസ്റ്റിങ്ങിന്റെ അലിയിലായിട്ട് നമുക്ക് ക്യാപിറ്റൽ ടീനെ എടുക്കാം. ടേസ്റ്റിംഗ് അതായത് ടേസ്റ്റിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലിയിലാണ് ക്യാപിറ്റൽ T എടുക്കാം. നമുക്ക് നോൺ ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഈ അലിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോൺ ടെസ്റ്റിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്മോൾ ടീനെ എടുക്കാം. ഇതൊരു ജനറ്റിക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് തന്നിട്ടുണ്ട് എന്താണ് നോൺ ടേസ്റ്റർ വുമൺ ആണ്. നോൺ ടേസ്റ്റർ വുമണിന് അലിയിൽ എന്തായിരിക്കും റെസസീവ് ആണ് അല്ലെ. രണ്ടും റെസസീവ് ആയിരിക്കും. അപ്പൊ സ്മോൾ ടി ആയിരിക്കും വരാം അല്ലെ. ഇനി എന്താണ് ടേസ്റ്റർ മാൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റർ മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയും വരാം, ക്യാപിറ്റൽ ടിയും വരാം, ക്യാപിറ്റൽ T സ്മോൾ ടീം എന്താണ് ആ മാന്റെ കേസിൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇനി നമുക്ക് നോക്കാം എന്താണ് അവരുടെ 2 കുട്ടികൾ എന്താണ് നോൺ ടേസ്റ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നോൺ ടേസ്റ്റർ ആവണമെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ നിന്നും ഒരു സ്മോൾ ടി വരണം, ഇവിടെ നിന്നും ഒരു സ്മോൾ ടി വരണം, റൈറ്റ്. അപ്പൊ ഇവിടെ നിന്നും ഒരു സ്മോൾ ടി വരണമെങ്കിൽ എന്താണ് അതൊരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ മാന്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആ മാന് വരുന്നത്. അപ്പോൾ സ്മോൾ ടി ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ക്രോസ് നമുക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ ടി ക്രോസ് സ്മോൾ ടി അതായത് സ്മോൾ ടി ഏതാണ് വുമൺ ആണ് അല്ലെ. ഇതെന്താണ് മാൻ്റെതാണ്. അപ്പം ഇവിടെ എത്ര സൈഗോട്ട്സ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവുന്നത് ക്യാപിറ്റൽ T സൈഗോട്ടാണ്, ഗെമീറ്റ് ആണ്. ഇവിടെ സ്മോൾ ടി അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഗെമീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എന്താണ് ഒരു സിംഗിൾ ടൈപ്പ് ഗെമീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഇതിനെ രണ്ടും നമുക്ക് ക്രോസ് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് കിട്ടും, നമുക്ക് ക്യാപിറ്റൽ T സ്മോൾ ടീം കിട്ടാം, അതേപോലെ തന്നെ സ്മോൾ ടീം കിട്ടാം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് നോൺ ടേസ്റ്റ് ആയിട്ട് സ്മോൾ ടി ആയിട്ടാണ് വരുന്നത്. ഇനി വരുന്ന കുട്ടി 3ാമത്തെ കുട്ടി ഏതാവാൻ അതായത് നോൺ ടേസ്റ്റർ ആവാനുള്ള ചാൻസ് എത്രയാണ്? നോൺ ടേസ്റ്റർ ആവാനുള്ള ചാൻസ് ഇതിൽ എത്രയാണ്? 2 ചാൻസസേ ഉള്ളൂ അല്ലെ. 2 ചാൻസസിൽ എന്താണ് ഒരു ചാൻസ് നോൺ ടേസ്റ്റർ ആവാനും ഒരു ചാൻസ് എന്താണ് ടേസ്റ്റർ ആവാനാണ് അല്ലെ. അപ്പോൾ 1/2 ആണ് 1/2% ആണ് നോൺ ടേസ്റ്റർ ആവാനുള്ളതും 1/2 ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയാ എന്താണ് കേസ് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 0.5 ആയിരിക്കും അതിന്റെ ചാൻസ് വരാം. അതേപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ടേസ്റ്റർ ആവാനുള്ള ചാൻസും എന്താണ് 0.5 ആണ്. അപ്പം ഈ ഒരു കേസിൽ വരുന്നത് എങ്ങനെയാണ് 0.5% ആണ് അല്ലെ. അതായത് ഒരു ചാൻസ് അല്ലേ ഉള്ളൂ. ഒരു ചാൻസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക 0.5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 0.5 ചാൻസ് ഫോർ ദ നോൺ ടേസ്റ്റർ ആയിട്ട് ജനിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് 0.5 ആണ്. അപ്പം നമ്മൾ ഓപ്ഷൻ B 0.5 ആണ് നമ്മുടെ
റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇതാണെന്താ നമ്മുടെ 5th ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ 5th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക.